പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ ദൈവശാസ്ത്ര പഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം കൗദാശിക ദൈവശാസ്ത്രത്തിൻ്റെ ചില തലങ്ങളാണ് പഠന വിഷയമാക്കുക. കൗദാശിക ദൈവശാസ്ത്രത്തെ എങ്ങനെ ഒരു എക്യുമെനിക്കൽ സഭാത്മക അല്ലെങ്കിൽ സഭകളുടെ ഐക്യത്തിന് വിഘാതമാകാത്ത രീതിയിൽ വിശദീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ബിരുദാനന്തര ബിരുദതലത്തിലെ കൗദാശിക ദൈവശാസ്ത്ര കോഴ്സിലൂടെ നമ്മൾ ലക്ഷ്യമാക്കി. അതിന് സഹായകമാകുന്ന ചില ചിന്തകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കുവയ്ക്കുക. ഡിപ്ലോമ ബിരുദതലങ്ങളിൽ കൂദാശകളെ കുറിച്ച് കേട്ട അടിസ്ഥാന ചിന്തകളെ ആധാരമാക്കിക്കൊണ്ട് വേണം ഈ ക്ലാസ്സിലെ ദർശനങ്ങൾ മനസ്സിലാക്കുക. ഈ 7 കൂദാശകളുണ്ട് കത്തോലിക്ക വിശ്വാസമനുസരിച്ച്. ഈ 7 കൂദാശകളുണ്ട് എന്നുള്ള ആ കാഴ്ചപ്പാട് തന്നെയാണ് സഭകൾ തമ്മിലുള്ള ഐക്യത്തിന് പലപ്പോഴും വിലങ്ങുതടിയായിട്ട് വർത്തിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മാർട്ടിൻ ലൂതറിൻ്റെ വിപ്ലവത്തിലൂടെ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിൽ കൂദാശകൾ 7 എണ്ണമുണ്ട് എന്ന ആശയം നിശിതമായി വിമർശിക്കപ്പെട്ടു. അങ്ങനെ കൂദാശകളൊന്നുമില്ല, മാമോദീസ ഒഴികെ ബാക്കിയെല്ലാം ചുമ്മാ പറയപ്പെടുന്നതാണ് എന്നുള്ള ഒരു ആശയത്തിലേക്ക് ലൂതർ അത്രയും എത്തിയില്ല എങ്കിൽ പോലും ലൂതറിൻ്റെ അനുയായികൾ എത്തിച്ചേർന്നു എന്നുള്ളത് സത്യമാണ്. അതായത് കൂദാശകളുടെ എണ്ണത്തെക്കുറിച്ച് സഭകളുടെ ഇടയിൽ ഗുരുതരമായ അന്തരമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഇവിടെ അടിസ്ഥാനപരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഈ ലൂതർ ഇപ്രകാരം കൂദാശകളുടെ എണ്ണത്തെ എതിർക്കുന്നതിന് മുൻപ് സഭയിൽ 7 കൂദാശകൾ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരുന്നോ ഇല്ലയോ എന്നുള്ളത്. അതിന് നമ്മൾ അടിസ്ഥാനമാക്കേണ്ടത് ഇതിനു മുൻപുള്ള അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ എപ്രകാരമാണ് കൂദാശകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിചിന്തനം സഭയിൽ നിലനിന്നിരുന്നത് എന്ന് പരിശോധിക്കുക എന്നത് മാത്രം. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, 465 ലിയോൺസിൽ കൂടിയ സൂനകദോസ്, അതുപോലെ 665 ഫ്ലോറൻസിൽ ചേർന്ന സൂനകദോസ്. ലിയോൺസ്, ഫ്ലോറൻസ് സൂനകദോസുകൾ കൂദാശകളുടെ എണ്ണം 7 നിർവചിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, 5-ാം നൂറ്റാണ്ടിൽ, അതായത് സഭയിലെ ആദ്യത്തെ പിളർപ്പ്, യാക്കോബായ സഭകളുടെ ഉത്ഭവമാണ് സഭയിൽ രേഖപ്പെടുത്തപ്പെടുന്ന ആദ്യത്തെ പിളർപ്പ് എന്ന് നമുക്കറിയാം. അതായത് അതിനു മുമ്പ് ചില പാഷണ്ഡതകളുടെ പേരിലുള്ള ഭിന്നതകൾ ഉണ്ടായി എങ്കിലും ഒരു സഭാവിഭാഗം ഒന്നാകെ പിളർന്നു പോകുന്നത് യാക്കോബായ പാത്രിയാർക്കീസ് അന്ത്യോക്യൻ സഭയിലൂടെ നടത്തിയ ഒരു പിളർപ്പാണ് എന്ന് നമുക്കറിവുള്ളൂ. ആ ഒരു പിളർപ്പിന് മുൻപേ 7 കൂദാശകളിലുള്ള വിശ്വാസം സഭ ഏറ്റുപറഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് പിളർന്നു പോയ പല സഭകളും ഈ 7 കൂദാശകളെ അംഗീകരിക്കുന്നു. അന്ത്യോക്യൻ സഭ ഈ കൂദാശകളെ അംഗീകരിക്കാൻ തയ്യാറാണ്. 1054 മൈക്കിൾ ചെർലാരിയൂസ് പാത്രിയാർക്കീസിന്റെ നേതൃത്വത്തിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ പിളർന്ന് മാറിയപ്പോൾ അവരും സമ്മതിച്ചു, സഭയിൽ നിന്ന്, കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് അകലുന്നുവെങ്കിലും ഞങ്ങൾ 7 കൂദാശകളും അംഗീകരിച്ച് വിശ്വസിച്ച് ഏറ്റുപറയുന്നവരാണ് എന്ന് മൈക്കിൾ ചെർലാരിയൂസിന്റെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാവിഭാഗങ്ങൾ സമ്മതിക്കുന്നു. അതായത് കൂദാശകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള അഭിപ്രായാന്തരം എന്നത് കത്തോലിക്കരും മറ്റെല്ലാ സഭകളും തമ്മിലുള്ള അന്തരമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മറിച്ച് അത് ലൂതറിന്റെ നേതൃത്വത്തിലുണ്ടായ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവങ്ങളെ
വിപ്ലവത്തോടനുബന്ധിച്ചുണ്ടായ പ്രശ്നമാണ്. തീർച്ചയായും പൗരസ്ത്യ സഭകളിൽ ഈ 7 കൂദാശകൾ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോഴും കൂദാശകളുടെ എണ്ണം 7 ആണോ എന്നതിനെ കുറിച്ചുള്ള നിയതമായ നിർവചനങ്ങൾ ആരംഭത്തിൽ ഇല്ലായിരുന്നു എന്നുള്ള സത്യം. മനുഷ്യനെ വിശുദ്ധീകരിക്കാൻ കഴിയുന്ന എല്ലാ പ്രക്രിയകളെയും കൂദാശയുടെ ഭാഗമായിട്ട് പൗരസ്ത്യ സഭകൾ കരുതിയിരുന്നു. കൂദാശകളും കൂദാശ അനുകരണങ്ങൾ, സാക്രമെന്റ്സ് ആൻഡ് സാക്രമെന്റൽസ് എന്ന് പറയുന്ന ഒരു വ്യത്യാസം പാശ്ചാത്യ സഭയിൽ ആരംഭം മുതൽ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ മാമോദീസ ഒരു കൂദാശയാണെങ്കിൽ വീട് വെഞ്ചരിക്കുന്നത് ഒരു കൂദാശയല്ല, വീട് വെഞ്ചരിക്കുന്നത് ഒരു ഭക്ത അനുഷ്ഠാനമാണ്. അതിനെയാണ് കൂദാശ അനുകരണം എന്ന് പറയുന്നത്. കൂദാശയെ അനുകരിച്ച് ചെയ്യുന്ന ഒരു ഭക്തകൃത്യം. പൗരസ്ത്യ സഭകൾ ഇപ്രകാരം കൂദാശകളെയും കൂദാശ അനുകരണങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നതില് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തിരുന്നില്ല. എല്ലാ മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നതാണ് കൗദാശിക വരപ്രസാദത്തിലേക്ക് പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ മനുഷ്യനെ നയിക്കുന്നു എന്നുള്ളതിനാൽ ഇപ്രകാരമുള്ള വിശുദ്ധ കർമ്മങ്ങളെല്ലാം പൊതുവായിട്ടാണ് നമ്മൾ ഈ പൗരസ്ത്യ സഭകളിൽ മനസ്സിലാക്കി. അതേസമയം പാശ്ചാത്യ സഭകളിൽ 7 കൂദാശകൾ എന്നുള്ള നിയതമായ ഒരു അർത്ഥകൽപ്പന നിലനിന്നിരുന്നു എന്നുള്ളതും സത്യമാണ്. ഇങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കൂദാശകളുടെ എണ്ണം 7 കൂദാശകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തില് പാശ്ചാത്യ സഭയ്ക്കോ പൗരസ്ത്യ സഭയ്ക്കോ അഭിപ്രായാന്തരം ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്രകാരം ഒരു അന്തരം രംഗപ്രവേശം ചെയ്യുന്നത് മാർട്ടിൻ ലൂതറിന്റെ വിപ്ലവത്തിലൂടെയാണ്. അതായത് 16 നൂറ്റാണ്ടുകൾ സഭയൊന്നാകെ വിശ്വസിച്ചിരുന്ന കൂദാശകൾ 7 എന്ന സത്യത്തെ ലൂതർ ഒറ്റ ശ്വാസത്തിന് നിഷേധിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നിഷേധത്തിന് ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉത്തരമായി എന്നതിനേക്കാളും ഉപരിയായി കൂദാശകളെ നിഷേധിക്കാൻ പോരുന്ന വസ്തുതാപരമായ തെളിവുകളൊന്നും ലൂതറിനും പറയാനുണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് കൂദാശകൾ 7 ഉണ്ടായിരുന്നു എന്നുള്ള സഭയുടെ പരമ്പരാഗത വിശ്വാസം ഈ കൂദാശകളെ ഇന്ന് പുരോഗമനാത്മകമായി എക്യുമെനിക്കലായി ചിന്തിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞന്മാർക്കും അംഗീകരിക്കാൻ വിഷമമില്ല. കാരണം ഈ പറഞ്ഞ 7 കൂദാശകളും ഒരു വിധത്തിലല്ലേ മറ്റൊരു വിധത്തിൽ വിശുദ്ധ ബൈബിളിൽ നിന്ന് പുതിയ നിയമത്തിന്റെ ഏടുകളിൽ നിന്ന് നമുക്ക് സാക്ഷ്യം ലഭിക്കുന്നവ തന്നെയാണ്. അതുകൊണ്ട് ഒരു കൂദാശയും ഒരു മാർപ്പാപ്പ സ്ഥാപിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാർവത്രിക സൂനകദോസിന്റെ സംഭാവനയായി സഭയിൽ കടന്നുകൂടിയ കൂദാശകളുമില്ല. കൂദാശകളെല്ലാം യേശുക്രിസ്തുവിനാൽ നേരിട്ടും വ്യക്തിപരമായും സ്ഥാപിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു വിശ്വാസത്തെ ഹനിക്കുന്നതൊന്നും വിശുദ്ധ ബൈബിളിൽ ഇല്ല എന്ന് നമുക്ക് അറിയാവുന്ന. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാവില്ല എന്ന് മാമോദീസായെ കുറിച്ച് ക്രിസ്തു നിക്കോദേമോസുമായുള്ള സംഭാഷണത്തിൽ വെളിപ്പെടുത്തുന്നത് നമുക്ക് അറിവുള്ള വസ്തുത. അതുപോലെ തന്നെ അറിവുള്ള മറ്റൊരു വസ്തുതയാണ് മറ്റു കൂദാശകളെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. ഇപ്പോൾ നടപടി പുസ്തകം 8:14 മാമോദീസ സ്വീകരിച്ചവരുടെ മേൽ അപ്പസ്തോലന്മാർ കൈവച്ച് പരിശുദ്ധാരൂപിയെ നൽകുന്ന രംഗം തീർച്ചയായും അത് സ്ഥൈര്യലേപന കൂദാശയുടെ അടിസ്ഥാന ഭാഗമായി വിശ്വസിക്കാവുന്നു. അതുപോലെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് ക്രിസ്തു പറയുമ്പോൾ വിവാഹത്തെ കുറിച്ചുള്ള അടിസ്ഥാനം അവിടെ രൂപം കൊണ്ടു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാവും. ഇങ്ങനെ 7 കൂദാശകളെ കുറിച്ചും ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ അടിസ്ഥാനങ്ങൾ
കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ച് വ്യക്തമായ സൂചനയുണ്ട്. ലൂതർ കുമ്പസാരത്തെ നിഷേധിക്കാൻ ആരംഭത്തിൽ ശ്രമിക്കുമ്പോഴും അതേക്കുറിച്ച് വളരെ വ്യക്തമായ സൂചന ബൈബിൾ നൽകുന്നുണ്ട്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇപ്രകാരം ഒരു വ്യക്തമായ വചനം നിലനിൽക്കുമ്പോൾ ആർക്കും കുമ്പസാരം എന്ന കൂദാശയെ നിഷേധിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിലുള്ള കൂട്ടായ്മയുടെ കൗദാശിക ദൈവശാസ്ത്ര സങ്കല്പങ്ങളിലും സമാനമായ പ്രഖ്യാപനങ്ങളിലും എല്ലാം കൂദാശകൾ 7 എണ്ണമുണ്ട് എന്ന അടിസ്ഥാനത്തെ അവർ നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് കുറെ കൂടി ശുഭോദർക്കമായ വസ്തുതയാണ്. ആരംഭത്തിൽ ഉണ്ടായിരുന്ന അത്രയും അകലം ഇന്ന് കൂദാശകളുടെ എണ്ണത്തെ സംബന്ധിച്ച് അകത്തോലിക്ക സഭകളും അതല്ല പ്രൊട്ടസ്റ്റന്റ് സഭകളും കത്തോലിക്ക സഭയും തമ്മിൽ ഇല്ല എന്നുള്ളത് വളരെ ശുഭോദർക്കമായ വസ്തുതയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. സഭാപിതാക്കന്മാരായ വിശുദ്ധ അഗസ്റ്റിന്റെ കാലത്ത്, അതുപോലെ തന്നെ ലിയോൺസ് ഫ്ലോറൻസ് കൗൺസിലുകളുടെ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും ഒടുവിലായി പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം സംഭവിക്കുന്നതിന് 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലിയോൺസിൽ കൂടിയ കൗൺസില് 1274 സഭയുടെ 7 കൂദാശകളെ വ്യക്തമായി നിർവചിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട് എന്നുകൂടി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം കൂദാശകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള കലഹം പലപ്പോഴും വസ്തുതാപരമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാവും. ഇനി കൂദാശകൾ നിത്യരക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ്, അത്യാവശ്യമുള്ളതാണ്. കൂദാശ സ്വീകരിക്കാത്ത വ്യക്തി രക്ഷ പ്രാപിക്കും തുടങ്ങിയ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ശേഷിക്കുന്നു. ഒരു കൂദാശ സ്വീകരിക്കാത്ത വ്യക്തി രക്ഷ പ്രാപിക്കുവോ എന്ന് ചോദിച്ചാൽ അതിന് 2 രീതിയിൽ ഉത്തരം പറയേണ്ടത്. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവത്തിന് കൂദാശകളുടെ മാധ്യമമില്ലാതെ തന്നെ മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കും എന്ന് തന്നെ സഭ വിശ്വസിക്കുന്നു. കാരണം ദൈവമാണ് കൂദാശയുടെ സ്ഥാപകൻ. കൂദാശകളിലൂടെ മനുഷ്യകുലത്തെ രക്ഷിക്കുക എന്നുള്ളത് ദൈവീക പദ്ധതിയാണ് താൻ. എന്നാൽ ഈ കൂദാശകളുടെ വഴികളിലൂടെ അല്ലാതെ ദൈവത്തിന് വ്യക്തികൾക്ക് നേരിട്ട് രക്ഷാകര വരപ്രസാദം എത്തിക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സാധിക്കും. അതാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ പറയുക, ഈ എല്ലാ മനുഷ്യനെയും രക്ഷിക്കുന്നത് ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയുടെ വരപ്രസാദം. എന്നാൽ ആ കുരിശിലെ ബലിയുടെ വരപ്രസാദം വിശ്വാസികളായ നമുക്ക് കൗദാശികമായി ലഭിക്കുമ്പോൾ അല്ലാത്തവർക്ക്, വിശ്വാസമില്ലാത്ത മനുഷ്യർക്ക് അവരുടേതായ കാരണങ്ങളാലോ അല്ലാതെയോ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വരാത്ത വ്യക്തികൾക്ക് ആ വരപ്രസാദം ദൈവം പരിശുദ്ധാത്മ മാധ്യസ്ഥത്താൽ ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴികളിലൂടെ നൽകുന്നു എന്നാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത്. അതുകൊണ്ട് കൂദാശകൾ കൂടാതെ രക്ഷ പ്രാപിക്കുവോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാനാകും എന്ന് സമ്മതിക്കും. എന്നാൽ കൂദാശകളെ രക്ഷാമാർഗമായി മനസ്സിലാക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂദാശകൾ നിത്യരക്ഷയ്ക്ക് അനിവാര്യമാണ് എന്ന് തന്നെ നാം മനസ്സിലാക്കും. കാരണം മനുഷ്യൻ കൗദാശിക വരപ്രസാദത്തിലൂടെ രക്ഷ പ്രാപിക്കണം എന്നുള്ള ദൈവീക പദ്ധതിയെ അറിഞ്ഞ ശേഷവും ഒരു മനുഷ്യൻ അതിനെ അവഗണിച്ചും അവഹേളിച്ചും അവയിൽ നിന്ന് അകന്നും ജീവിക്കാൻ ഇടവരുമ്പോൾ ആ വ്യക്തി കൗദാശിക വരപ്രസാദത്തിന്റെ ഫലസിദ്ധിയെ തന്നെ നിഷേധിച്ചു എന്നുള്ളതിനാൽ ആ വ്യക്തി രക്ഷ പ്രാപിക്കുക അസാധ്യമാണ് എന്ന് തിരുസഭ പഠിപ്പിക്കുന്നു. അതായത് ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അതിനാൽ കൂദാശ കൂടാതെ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തിന് സാധ്യമാണ്.
എന്നാൽ മനുഷ്യന്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കൗദാശിക വരപ്രസാദം രക്ഷയ്ക്ക് അനിവാര്യമാണ് എന്ന് അറിഞ്ഞ വ്യക്തി അതിനെ നിഷേധിക്കുകയോ അവഹേളിക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ ആ വ്യക്തിയുടെ രക്ഷ അസാധ്യമാണ് എന്നതാണ് തിരുസഭയുടെ പ്രബോധനം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസം സ്വീകരിച്ച വ്യക്തിക്കുള്ള രക്ഷാമാർഗം കൂദാശകൾ തന്നെയാണ്. ഈ കാര്യത്തിൽ ആർക്കും അർത്ഥശങ്കയ്ക്ക് ഇടപാടില്ല. അടുത്തതായി നമ്മൾ ഈ കൂദാശകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരാണ് ഈ കൂദാശയുടെ പരികർമ്മി അല്ലെ കാർമ്മികൻ എന്നുള്ള ഒരു അടിസ്ഥാന പ്രശ്നം ശേഷിക്കുന്നു. ഈ ഒരു കാര്യത്തിലും പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരും തമ്മിൽ അഭിപ്രായാന്തരം ഉണ്ട് എന്നുള്ളത് നമുക്കറിവുള്ള വസ്തുത. ആരാണ് കൂദാശയുടെ കാർമ്മികൻ എന്ന് ചോദിച്ചാൽ സഭയിലെ എല്ലാ വിശ്വാസികളും തുല്യരാണ് എന്നുള്ളൊരു നിഗമനമാണ് പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പൗരോഹിത്യത്തെ നിഷേധിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ തന്നെ കൂദാശകളുടെ പരികർമ്മത്തിന് കാർമ്മികൻ പുരോഹിതൻ ആവശ്യമുണ്ട് എന്നുള്ള നിഗമനത്തെ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രം എതിർക്കുമ്പോൾ കത്തോലിക്ക ദൈവശാസ്ത്രം കൂദാശകളുടെ പരികർമ്മത്തിന് നിയമാനുസൃതം സഭ നിയോഗിച്ച വ്യക്തികളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും അനിവാര്യമാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുക. ഒരുപക്ഷെ കത്തോലിക്ക ദൈവശാസ്ത്രവും പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ, കൗദാശിക ദൈവശാസ്ത്രങ്ങൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളിൽ ഒന്ന് ഇപ്രകാരം ശുശ്രൂഷകരെ, മിനിസ്റ്റേഴ്സ് അഥവാ കാർമ്മികരെ നിയമിക്കുന്നതിനെ സംബന്ധിച്ചാണ് എന്നുള്ളത് സത്യമാണ്. ഇവിടെ നമ്മൾ ഈ രണ്ട് കാഴ്ചപ്പാടുകളെ തമ്മിൽ അനുരഞ്ജനപ്പെടുത്താനുള്ള ഒരു അടിസ്ഥാന ചിന്തയാണ് നമ്മുടെ പ്രമേയം എന്ന് പറയും. എല്ലാ കൂദാശയും ക്രിസ്തുവാണ് യഥാർത്ഥ കാർമ്മികൻ. ഇത് പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞനും അതുപോലെ കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞനും ഒരുപോലെ അംഗീകരിക്കുന്ന വസ്തുതയാണ്. അതായത് ക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കൗദാശിക വരപ്രസാദത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കൗദാശിക വരപ്രസാദം അച്ഛന്റെ കൈവെപ്പിലൂടെ ലഭിക്കുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ അതിന്റെ ഉറവിടം യേശുവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നതുപോലെ ഓരോ കൂദാശയും യഥാർത്ഥത്തിൽ പരികർമ്മം ചെയ്യുന്നത് ക്രിസ്തു തന്നെയാണ്. ആ ക്രിസ്തുവിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ടാണ് വൈദികൻ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ചില കൂദാശകളുടെ പരികർമ്മത്തിന് വൈദികന്റെ സാന്നിധ്യം ആവശ്യമില്ല. ഉദാഹരണം, മാമോദീസ എന്ന പരമപ്രധാനമായ ഈ കൂദാശ വൈദികന്റെ സാന്നിധ്യമില്ലാതെ പരികർമ്മം ചെയ്യും. ഏതൊരു വിശ്വാസിക്കോ അവിശ്വാസിക്കോ പുരുഷനോ സ്ത്രീക്കോ പാഷണ്ഡിക്ക് പോലുമോ മാമോദീസ എന്ന കൂദാശ പരികർമ്മം ചെയ്യാൻ തിരുസഭയില് അവകാശമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവർ തിരുസഭയുടെ ഉദ്ദേശം അംഗീകരിച്ചുകൊണ്ടും തിരുസഭ നിർദ്ദേശിക്കുന്ന പ്രാർത്ഥന കൃത്യമായി ചെയ്തുകൊണ്ടും ഏതൊരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയെ, അവിശ്വാസിക്കും പാഷണ്ഡത പഠിപ്പിക്കുന്നവർക്കും മറ്റൊരാളെ മാമോദീസ മുക്കാൻ അവകാശമുണ്ട് എന്ന് തിരുസഭ പഠിപ്പിക്കുമ്പോൾ കൂദാശകളെ പൗരോഹിത്യവുമായി നിശിതമായി ബന്ധപ്പെടുത്തുന്ന ഒരു ശൈലി കത്തോലിക്ക ദൈവശാസ്ത്രത്തിലുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കൂദാശകളുടെ യഥാർത്ഥ കാർമ്മികൻ ക്രിസ്തുവും അവയുടെ ദൃശ്യകാർമ്മികൻ പുരോഹിതനുമാണ്. കാരണം ക്രിസ്തു എന്ന നിത്യപുരോഹിതനെ ഈ ഭൂമിയിൽ ദൃശ്യമായി പ്രതിനിധാനം ചെയ്യുന്നവര് പുതിയ നിയമത്തിലെ പുരോഹിതരാണ് എന്നുള്ളത് കത്തോലിക്ക വിശ്വാസം. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ കത്തോലിക്കലും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിലുള്ള അഭിപ്രായാന്തരം, കൗദാശിക ജീവിതത്തെ കുറിച്ചുള്ള അഭിപ്രായാന്തരം വളരെ നേർത്തതാണ്,
അത് കലഹിക്കത്തക്ക ഒരു വിഷയമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമതായിട്ട് ഈ കാർമ്മികരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കാർമ്മികന്റെ യോഗ്യത ഈ കൗദാശിക വരപ്രസാദത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ കാർമ്മികന്റെ വ്യക്തിപരമായ പുണ്യമല്ല, സഭയുടെ പുണ്യമാണ് ഈ കൗദാശിക വരപ്രസാദത്തിന് കാരണമാകുന്നത്. പാപാവസ്ഥയിലായിരിക്കുന്ന ഒരു പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ആ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന വിശ്വാസികൾക്ക് ആ കൂദാശിയുടെ വരപ്രസാദം ലഭിക്കുന്നു. എന്നാൽ പാപാവസ്ഥയിലുള്ള പുരോഹിതന് വരപ്രസാദം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദൈവദൂഷണപരമായ ചാവുദോഷം ചെയ്തു എന്ന തെറ്റ് ആ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഏറ്റവും പരിശുദ്ധവും പരിപാവനവുമായി നിർവഹിക്കേണ്ട ബലി ആ വിശുദ്ധിയോടെ നിർവഹിക്കാത്തതിൻ്റെ പേരിൽ ആ പുരോഹിതൻ ചാവുദോഷത്തിലാണ്. ആ വ്യക്തിക്ക് അതിൻ്റെ വരപ്രസാദം ലഭിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതായത് ഈ പറഞ്ഞു വന്നതിൻ്റെ പൊരുള്, കത്തോലിക്ക ദൈവശാസ്ത്രം പുരോഹിതനെ കാർമ്മികനായി നിയോഗിക്കുമ്പോഴും പൗരോഹിത്യത്തിൻ്റെ മഹത്വം കൊണ്ടാണ് കൂദാശയിൽ കൗദാശിക വരപ്രസാദം സംലഭ്യമാകുന്നത് എന്നോ പുരോഹിതന്റെ വ്യക്തിപരമായ വിശുദ്ധി കൗദാശിക വരപ്രസാദത്തെ സ്വാധീനിക്കുന്നു എന്നോ പഠിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയും. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോഴും ഈ കൗദാശിക ദൈവശാസ്ത്രത്തെ കുറെ കൂടി എക്യുമെനിക്കലായി, ഈ സഭൈക്യപരമായി മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ഇതിൻ്റെ പരികർമ്മിയായ കാർമ്മികനായ വ്യക്തി ഈ കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്താൽ പോലും, മറിച്ച് സഭ നിർദ്ദേശിക്കുന്ന അടയാളങ്ങളും പ്രാർത്ഥനകളും ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് കൂദാശ പരികർമ്മം ചെയ്യാൻ സാധിക്കൂ. ഒരു വ്യക്തിക്ക് തോന്നിയ രീതിയിൽ ഏതെങ്കിലുമൊക്കെ സ്പോണ്ടേനിയസ് പ്രയർ ചൊല്ലിയാൽ അത് വിശുദ്ധ കുർബാനയാവില്ല. വിശുദ്ധ കുർബാനയാകുന്നത് എപ്പോഴാണ്? അത് തിരുസഭ നിയതമായി നിശ്ചയിച്ച് നൽകിയ കുർബാന ക്രമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ സഭ നിശ്ചയിച്ച അടയാളങ്ങളായ അപ്പവും വീഞ്ഞും ഉപയോഗിച്ചുകൊണ്ട് ഈ കൂദാശ പരികർമ്മം ചെയ്യും. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇത് കാർമ്മികന്റെ വ്യക്തിപരമായ ഒരു പ്രവൃത്തി എന്ന നിലയിൽ അല്ല കത്തോലിക്ക സഭ മനസ്സിലാകുക. അതിനെ ഒരു സഭാത്മക പ്രവൃത്തിയായിട്ടാണ് കത്തോലിക്ക സഭ മനസ്സിലാകുക. കാർമ്മികൻ ഒരു വ്യക്തി എന്ന നിലയിൽ പരികർമ്മം ചെയ്യുമ്പോഴും സഭയൊന്നാകെ ആ കൗദാശിക കർമ്മത്തിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇവിടെ പുരോഹിതൻ ഒരേ സമയം ക്രിസ്തുവിന്റെ പ്രതിനിധിയും സഭയുടെ പ്രതിനിധിയുമായി നിന്നുകൊണ്ടാണ് കൂദാശകൾ പരികർമ്മം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് കാഴ്ചപ്പാടുകളിലെ കൗദാശിക ദൈവശാസ്ത്രത്തെക്കുറിച്ച് പറയപ്പെടുന്ന അന്തരം അത്രമേൽ ഗൗരവമുള്ളതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവസാനമായി ഈ കൂദാശ സ്വീകരിക്കേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ, വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരും വിശ്വാസികളായിട്ടുള്ളവരുമായ എല്ലാവരും തങ്ങളുടെ കൗദാശിക വരപ്രസാദത്തെ ഉണർത്താനും ഉദ്ദീപിപ്പിക്കാനും എല്ലാ വിശ്വാസികളും കൂദാശ സ്വീകരിക്കേണ്ടതുണ്ട്. കൂദാശകൾ സ്വീകരിക്കുമ്പോൾ ധാർമ്മികമായ യോഗ്യതയോടെ വേണം സ്വീകരിക്കാൻ. അതായത് പാപാവസ്ഥയിൽ ഒരു കൂദാശയും ഫലദായകമല്ല. പാപത്തെ പൂർണ്ണമായും വിട്ടുപേക്ഷിക്കുന്ന അവസ്ഥയിൽ മാത്രമേ കൗദാശിക വരപ്രസാദം ഫലദായകമാവുകയുള്ളൂ എന്നുള്ളതിനാൽ ഏതൊരു കൂദാശയ്ക്ക് മുമ്പ് കുമ്പസാരിച്ച് ഒരുങ്ങേണ്ടതുണ്ട്. കുർബാന സ്വീകരണത്തിന് മുമ്പ് മാത്രമല്ല കുമ്പസാരിച്ച് ഒരുങ്ങേണ്ടത്,
സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നതിന് മുമ്പ് കുമ്പസാരിച്ചൊരുങ്ങണം. വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുന്നതിന് മുമ്പ് കുമ്പസാരിച്ചൊരുങ്ങണം. അതുപോലെ രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കുന്ന വ്യക്തി സുബോധാവസ്ഥയിലാണെങ്കിൽ കുമ്പസാരിച്ച് ഒരുങ്ങണം. തിരുപ്പട്ടം സ്വീകരിക്കുന്ന വ്യക്തി കുമ്പസാരിച്ചൊരുങ്ങണം. അതായത് വരപ്രസാദ അവസ്ഥയിൽ മാത്രമേ കൂദാശകൾ ഫലം പുറപ്പെടുവിക്കുന്നുള്ളൂ എന്ന സത്യമാണ് ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് കൗദാശിക വരപ്രസാദത്തെ കുറിച്ചുള്ള ദൈവശാസ്ത്ര വീക്ഷണത്തിൽ പ്രൊട്ടസ്റ്റന്റ് കത്തോലിക്ക കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള അന്തരം ദൈവശാസ്ത്രപരമായി നിലനിൽക്കുന്നതല്ല എന്ന ചിന്തയിലേക്കാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ തമ്മിൽ ഈ രണ്ട് സഭാവിഭാഗങ്ങൾ തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന അർത്ഥത്തിലുള്ള പ്രചാരണം കൗദാശിക ദൈവശാസ്ത്രത്തെ സംബന്ധിച്ച്